ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. കാരണം ഒരു അടിപൊളി എപ്പിസോഡാണ്. ഈ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അലീനയെ കൊടുക്കാൻ നോക്കിയല്ലോ, അലീനയെ ഉപദ്രവിക്കാൻ നോക്കിയല്ലോ രോഹിത്തും ഹരിയും കൂടെ. ആ സമയത്ത് മനു ആണല്ലോ അലീനയെ വന്ന് രക്ഷിക്കുന്നത്. അലീനയ്ക്ക് ഭയങ്കര ആശ്വാസമാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി കേൾക്കാത്തവർ ചാനലൊന്ന് നോക്കുക, എന്നിട്ട് ആ സ്റ്റോറി കേൾക്കാട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ എൻഡിങ്ങിൽ കൊടുക്കുന്നതായിരിക്കും, എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മനു എങ്ങനെയാണ് അലീനയെ രക്ഷിക്കുന്നതെന്നും അതുപോലെ രോഹിത്തും ഹരിയൊക്കെ എങ്ങനെയാണ് അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്, അതിൽ നിന്ന് മനു എങ്ങനെയാണ് അലീനയെ രക്ഷിക്കുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലാസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു അപ്കമിങ് സ്റ്റോറി. അപ്പോൾ അത് കേൾക്കാത്തവർ കേൾക്കുക. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അലീനയെ ഇവർ മനു രക്ഷിച്ചല്ലോ. അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം ഒരു അപകടവും കൂടാതെ തന്നെ മനുവേട്ടൻ വന്ന് രക്ഷിച്ചല്ലോ. അപ്പോൾ ഏത് സമയത്തും തന്നെ രക്ഷിക്കാനായിട്ട് മനുവേട്ടൻ തൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ കർത്താവ് മനുവേട്ടനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത അലീനയിൽ ഉണ്ടാവുക കേട്ടോ. അത് കാരണം അലീനയ്ക്ക് മനുവിനോട് ഭയങ്കര ഇഷ്ടം കൂടി വരികയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അലീനയ്ക്കും തന്നെ മനസ്സിലാവുകയാണ് മനുവേട്ടനോട് തനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം തൻ്റെ മുറച്ചെറുക്കനാണ്, തൻ്റെ അമ്മാവൻ്റെ മകനാണ്. പക്ഷേ എന്നാലും തൻ്റെ സ്ഥാനമൊക്കെ നോക്കിക്കൊണ്ട് മനുവേട്ടൻ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, അതുപോലെ നല്ല ജോലിയൊക്കെ ഉള്ള ആളാണ്, ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ്. ഞാൻ എവിടെയുള്ളതാണെന്നോ ഞാൻ ആരുടെ മകളാണെന്നോ ഒന്നും അറിയില്ല, വൈജയന്തിയുടെ മകളാണെന്ന് അറിയാം. എന്നാലും തൻ്റെ അച്ഛൻ ആരാണെന്നോ ആ ഒരു കുടുംബ പാരമ്പര്യം ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അലീനയ്ക്ക് അങ്ങനെയൊക്കെ ഒരു മടിയുണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അലീനയ്ക്ക് തന്നെ മനസ്സിലാവുകയാണ് മനുവേട്ടനോട് തനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. മനുവേട്ടൻ്റെ ഓരോ കരുതലും പ്രവൃത്തിയും വാക്കും ഒക്കെ കണ്ടിട്ട് അലീനയ്ക്ക് അങ്ങനെ സ്നേഹം ഇഷ്ടമൊക്കെ കൂടി വരികയാണ്. അപ്പോൾ അത് അലീനയ്ക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, മനുവേട്ടനോട് തനിക്ക് കൂടുതൽ സ്നേഹം കൂടി വരികയാണ് എന്നുള്ള കാര്യം. അങ്ങനെ ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞപ്പോൾ മനു അലീനയെ രക്ഷിക്കുക കൂടി ചെയ്തപ്പോൾ കൂടുതലും ഉറപ്പിക്കുകയാണ് അലീന തനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. അത് കാരണം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്, പേടിയുണ്ട് കേട്ടോ. കാരണം കമലയൊക്കെ ഓർത്തിട്ട് വൈജയന്തിയൊക്കെ ഓർത്തിട്ട് പേടിയൊക്കെ ഉണ്ട്. എന്നാലും അവളുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമൊക്കെ നിറയാണ്. മനുവിൻ്റെ അവസ്ഥയും അതേ അവസ്ഥ തന്നെയാണ്. മനുവിന് ഓരോ ദിവസം കഴിയുന്തോറും അലീനയോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. ഓൾറെഡി മനുവിന് അലീനയെ ഇഷ്ടമാണ്. മനു ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. അലീനയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിലും ശരിക്കും ഏതർത്ഥത്തിലാണ് താനിപ്പോൾ മനുവേട്ടനെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് അലീന ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും എത്ര വരെ പോകും എന്നൊന്നും അറിയില്ലെങ്കിലും ഇനി അങ്ങോട്ട് ഇതേപോലെ പോവാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പക്ഷേ നമ്മൾ രോഹിത്തും ഹരിയും ഉണ്ടല്ലോ, അവരാകെ തകർന്നു പോയി. കാരണം ഇങ്ങനെയൊരു തിരിച്ചടി, ഇങ്ങനെയൊരു ഫെയിലിയർ അവർ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല കേട്ടോ. അവർക്കിങ്ങനെ സംഭവിക്കുന്ന അവർ വിചാരിച്ചിട്ടില്ല. അവർക്ക് പക കൂടിയേക്കാണ് മനുവിനോടും അതുപോലെ തന്നെ അലീനയോടും. പക്ഷെ മനുവിനെ ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഹരിയുടെ സ്വന്തം ചേട്ടനാണ്, രോഹിത്തിനാണെങ്കിൽ സ്വന്തം അമ്മാവൻ്റെ മകനാണ് മനു. അതുകൊണ്ട് മനു ഇങ്ങനെയൊക്കെ അവളെ വന്ന് രക്ഷിക്കുന്നുണ്ടെങ്കിലും മനുവിനെ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്വന്തം സഹോദരനാണ്. പക്ഷേ അലീനയ്ക്കിട്ട് നല്ല പണി കൊടുക്കാൻ തന്നെ രണ്ടുപേരും കൂടി തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എടാ വേണ്ടടാ, ഇനി വിട്ടേക്ക്, ഇനി എനിക്ക് ഒന്നിനും വയ്യ, ഇനി ഞാനില്ല നാണം കെടാനായിട്ട്. എന്തായാലും അവളെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, നീ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവൾ ഈ വീട്ടിലും വേണ്ട, ഈ നാട്ടിലും വേണ്ട, ഈ ലോകത്തെ അവൾ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ട, അത് അത്രേ ഉള്ളൂ എന്ന് ഹരി പറയാട്ടോ. ഹരിക്കാണെങ്കിൽ അവളെ ഉപദ്രവിക്കാൻ പറ്റാത്തിലുള്ള വളരെ വലിയ നിരാശയുണ്ട്. രോഹിത്തിനും ഉണ്ട്. പക്ഷേ രോഹിത്ത് ഇത്തിരി ഒരു പേടിത്തൊണ്ടൻ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് മാറി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഹരി അവനെ വീണ്ടും അവൻ്റെ വഴിയിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവളെ തീർത്ത് കളയും, ഇനി അവളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ രോഹിത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് അലീന വീണ്ടും ഒരു യാത്ര പോകുന്നത്, ലീവ് എടുത്തിട്ട് യാത്ര പോകുന്നത് കേട്ടോ. പക്ഷേ ഇത്തവണ അലീന പോകുന്നത് രേവതിക്കുട്ടിയെ കാണാനായിട്ടല്ല, നമ്മുടെ ഇങ്ങോട്ട് സ്നേഹനികേതനം ഉണ്ടല്ലോ, സ്നേഹനികേതനത്തിലേക്കാണ് പോകുന്നത്. കുറച്ച് കാശൊക്കെ റെഡി ആയിട്ടുണ്ട് അലീനയുടെ കയ്യിൽ. അപ്പോൾ അവിടെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ആ കാശ് ആ സ്നേഹനികേതനം ഇല്ല, പക്ഷേ അവിടുത്തെ ഓർഫനേജിൽ, അവിടുത്തെ മഠത്തിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കാനായിട്ടാണ്. ആ കോൺവെൻറ്റ് ഉണ്ടല്ലോ, ആ കോൺവെൻറ്റിൽ കൊണ്ടുപോയി കൊടുക്കാം, അപ്പോൾ അവർ കൊടുത്തോളും എന്നുള്ള രീതിയിലാണ് അലീന പോവാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അലീന രേവതിക്കുട്ടിയെ വിളിക്കുമ്പോൾ ഇക്കാര്യം അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി അങ്ങോട്ടേക്ക്
പോവാണോ? എന്നാൽ ഞാനും വരാം ചേച്ചി, നമുക്ക് ഒരുമിച്ച് പോവാം, എനിക്ക് അവിടേക്ക് ഒന്നുകൂടി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നത്, അയ്യോ മോളെ, ഞാൻ വീട്ടിൽ നിന്ന് നാളെ പോവാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക? അവർ വിടുമോ? ഗ്രേസമ്മേൻ്റെയും മാമച്ചനെങ്കിലും നിന്നെ വിടുമോ? നമ്മളെ തനിച്ച് പറഞ്ഞയക്കുമോ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഞാനൊന്ന് ചോദിച്ചു നോക്കാം ചേച്ചി, അഥവാ എന്നെ പോവാൻ സമ്മതിച്ചാലോ ഞാനും വരാം ചേച്ചിയുടെ കൂടെ, എനിക്ക് അവിടെ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാൽ നീ ചോദിച്ചു നോക്ക്, സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരാം. അപ്പോൾ ഞാൻ നിന്നെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരാം. പക്ഷെ ഞാൻ വീട്ടിൽ കയറത്തൊന്നുമില്ല, അതിനൊന്നും സമയം ഉണ്ടാവില്ല. നിന്നെ അവിടെ എറണാകുളത്ത് വന്ന് വിളിച്ചിട്ട് കഴക്കൂട്ടത്തേക്ക് പോകണം, എത്ര ദൂരം ഉണ്ടോയെന്ന് നിനക്കറിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് അലീന. അറിയാം ചേച്ചി, ചേച്ചി എന്തായാലും പോവാൻ തീരുമാനിച്ചതല്ലേ, ഞാൻ എന്തായാലും അങ്കിളിനോടും ആൻറ്റിയോടും ചോദിച്ചിട്ട് ഞാൻ ചേച്ചിയെ തിരിച്ച് ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറയാണ്. അങ്ങനെ രേവതിക്കുട്ടി പോയിട്ട് ഗ്രേസമ്മയുടെ അടുത്തേക്ക് സൂത്രത്തിൽ ഇങ്ങനെ പുന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതെ ആൻറ്റി, പിന്നെ ഇല്ലേ ഞാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ഉണ്ട്, നീ കാര്യം പറ, നീ ഇങ്ങനെ നിന്ന് ഉരുളണ്ട, എന്താ കാര്യം, ആരപ്പം നിന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അത് അലീന ചേച്ചിയാണ്. എന്തേ ചേച്ചിക്ക് വീണ്ടും 2 ദിവസത്തെ ലീവ് കിട്ടി, അവൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ, അലീന ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കണേ ഗ്രേസമ്മ ഭയങ്കര സന്തോഷത്തോട് കൂട്ടിയിട്ടാണ്. ചേച്ചി വരുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടേക്കല്ല. അതെന്താ ഇങ്ങോട്ടേക്ക് വരാത്തെ? പിന്നെ എങ്ങോട്ടാണ് അവൾ പോണത്? വേറെ എവിടെ അവൾക്ക് പോകാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അതല്ല ചേച്ചി, സ്നേഹനികേതനം ഉണ്ടായിരുന്നില്ലേ, ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾ താമസിച്ചിരുന്നേ, അവിടേക്കാണ് പോകുന്നത്. അതിനിപ്പോൾ അവിടെ സ്നേഹനികേതനം ഇല്ലല്ലോ, പിന്നെ നീ അവളെ എങ്ങോട്ടാ പോകുന്നതെന്ന് മാമച്ചായൻ ചോദിക്കുന്നുണ്ടോ. അത് അങ്കിൾ, അവിടെ സ്നേഹനികേതനം ഇല്ല, പക്ഷേ ഞങ്ങളുടെ മമ്മിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു, അപ്പം മമ്മി ചേച്ചിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കടങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയിട്ട് വീട്ടണമെന്ന്. അപ്പോൾ അതിൽ കുറച്ച് കാശ് ചേച്ചിക്ക് റെഡി ആയപ്പോൾ ആ കാശ് കുറച്ച് പേർക്കുള്ളത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതിയിട്ട് ചേച്ചി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കോൺവെൻറ്റിലേക്കാണ് ചേച്ചി പോകുന്നത് എന്ന് പറയാട്ടോ. അതിനിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് ആൻറ്റി, ചേച്ചി പോകുമ്പോൾ ഞാനും കൂടെ പൊക്കോട്ടെ ചേച്ചിയുടെ കൂടെ എന്ന് ചോദിക്കുകയാണ്. നീ പോകാനോ? അവൾ അവിടെ നിന്നല്ലേ പോണത്, അവൾ പാലായിൽ നിന്നല്ലേ പോകുന്നത്, നേരെ തിരുവനന്തപുരത്തേക്കല്ലേ അവൾ പോണത്, കഴക്കൂട്ടത്തിലേക്ക്. അപ്പോൾ നീ എങ്ങനെ പോവാനോ എന്ന് ചോദിക്കുകയാണ്. അത് ഞാനും കൂടെ വരാം, എനിക്കും ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നെ ഇവിടെ വന്ന് കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു എന്ന് പറയണം. നീ എന്ത് പണിയാണ് രേവതിക്കുട്ടി കാണിക്കുന്നത്? അവൾക്കത് എന്തോരം ബുദ്ധിമുട്ടാകും, ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് നിന്നെ കൂട്ടിയിട്ട് വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര റിസ്ക് ആണ് എന്നൊക്കെ പറയണം. എനിക്കും പോകാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്, ചേച്ചി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് തന്നെ പോവണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി പോവാലോ എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. എന്താ മാമച്ചായ ഇതിന് പറയേണ്ടത്, ഇവളോട് ഇപ്പോൾ എന്താ മറുപടി പറയാൻ ചോദിക്കുമ്പോൾ, അവൾ പോകണമെങ്കിൽ പോട്ടെ, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുകയാണ് മാമച്ചായൻ. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ രേവതിക്കുട്ടിയോട് മാമച്ചായൻ പറയുന്നുണ്ട്, എന്തായാലും അലീന നിന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് വരുമല്ലോ. വരും മകളെ, ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. പക്ഷെ അലീനയോട് ഇപ്പം തൽക്കാലം നീ അത് പറയണ്ട, നിങ്ങളെ 2 പേരെയും കൂടി വിടാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. പോയി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ വരാനും പോകുന്നില്ല, ഇന്ന് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, 2 പേര് തനിച്ചായതുകൊണ്ട്. അപ്പോൾ ഞങ്ങളും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരും ചെയ്യാം, അലീനയ്ക്ക് ഒരു ദിവസം ഇവിടെ നിൽക്കുകയും ചെയ്യാമല്ലോ എന്ന് പറയാണ് ഗ്രേസമ്മ കേട്ടോ. അത് നല്ല ഐഡിയ ആണ്, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ ഇനി അപ്പോൾ ചേച്ചി സമ്മതിക്കുമോ എന്നറിയില്ല, അങ്കിളും ആൻറ്റിയും ബുദ്ധിമുട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, പക്ഷേ ഞങ്ങളത് അങ്ങോട്ട് സഹിച്ചു എന്ന് പറയാണ് മാമച്ചായൻ. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഞാൻ ഇപ്പം തന്നെ ചേച്ചിയെ വിളിച്ച് പറയട്ടെ ചോദിക്കണം, നീ വിളിച്ച് പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി അലീനയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്, നമുക്ക് പോകാം ചേച്ചി, ഞാൻ വരാം, ചേച്ചി ഇങ്ങോട്ടേക്ക് പോരും, അപ്പോഴേക്കും ഞാൻ റെഡി ആയിട്ട് നിൽക്കാമെന്ന് പറയുമ്പോൾ, മോളെ ഞാൻ വീട്ടിൽ കയറില്ല കേട്ടോ, നീ റെഡി ആയിട്ട് നിന്ന് ആ ഓട്ടോയിൽ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ, അതൊക്കെ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് തീരുമാനിക്കാം, ചേച്ചിക്ക് ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രേവതിക്കുട്ടി ഫോൺ വെക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അലീന രേവതിക്കുട്ടിയെ വിളിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോവാട്ടോ, അതായത് സ്നേഹനികേതനത്തിലേക്ക്, ആ കോൺവെൻറ്റിലേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വൈജയുടെ മുഖമൊക്കെ കടന്നൽ കുത്തിയ പോലെയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഏകദേശമൊക്കെ ആ ബെൽറ്റൊക്കെ അഴിച്ചിട്ടുണ്ട്, ആ സമയത്തൊക്കെയാണ് ഇവർ പോണത് കേട്ടോ. അപ്പോൾ വൈജയ്ക്ക് കടന്നൽ കുത്തിയ പോലെയാണ് മുഖം ഇരിക്കുന്നത്. അലീന ലീവ് എടുത്ത് പോകാമെന്ന് പറയുന്നത് വൈജയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കേസാണ്. അപ്പോൾ ആ സമയത്ത് മനു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ ടൗണിലേക്കാണ് അലീന എൻ്റെ കൂടെ പോലും, ഞാൻ ടൗണിലേക്ക് ആക്കാമെന്ന് പറയുമ്പോൾ, അതെന്തിനാ നീ അവളെ കൊണ്ടുപോയി ആക്കുന്നത്,
നീ വേണമെങ്കിൽ നീ നിൻ്റെ വഴിക്ക് പൊക്കോ, അവൾ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളും. അതെന്താ ആൻറ്റി, അവളെ ഞാനല്ലേ കഴക്കൂട്ടത്തു നിന്ന് കാറിൽ കയറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ നിന്ന് ഇനി ഒരു ബസ് സ്റ്റോപ്പ് വരെ ടൗൺ വരെ കൊണ്ടുപോയി ആക്കാനാണോ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ അത് അന്നേരം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നല്ലേ, ഇവളെ ഇവിടെ കാറിൽ കയറ്റി നിങ്ങളെല്ലാവരും കൂടി കൊണ്ടു നടക്കുന്നത് എന്തിനാന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ല ആൻറ്റി, ഞാനല്ലേ അലീനയുടെ കെയർ ടേക്കർ, അപ്പോൾ എനിക്ക് അലീനയിൽ ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അലീന വന്ന് കാറിൽ കയറി എന്ന് പറയാട്ടോ. അപ്പോൾ വൈജയന്തിക്ക് മുഖത്തടി കിട്ടിയ പോലെ അവൻ വൈജയന്തി പറഞ്ഞിട്ടും മനു കേട്ടില്ലല്ലോ. അങ്ങനെ അലീന കാറിലേക്ക് കയറാൻ നേരത്ത് പുറകിലോട്ട് കയറാൻ പോകുമ്പോൾ പുറകിലല്ല ഫ്രണ്ടിലോട്ട് കയറുമെന്ന് മനു പറയുകയാണ്. അപ്പോൾ വൈജയന്തി ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഫ്രണ്ടിലോട്ട് കയറുകയാണ് അലീന. അങ്ങനെ മനു കാറെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാറിൽ പോകുന്ന രംഗങ്ങൾ വളരെയധികം നല്ല രസമുള്ളൊരു രംഗങ്ങളാട്ടോ. അപ്പോൾ കാറിൽ പോകുമ്പോൾ മനുവിൻ്റെ കൂടെ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് കാറിൽ പോകുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. മനുവിനും അതുപോലെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അലീനയെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അധികം ഒന്നും ഇങ്ങനെ സംസാരിക്കുന്നില്ല, അപ്പം കുറച്ച് നേരത്തിന് സംസാരിക്കുന്നില്ല. അപ്പം മനു ചോദിക്കുന്നുണ്ട്, താൻ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, മനുവേട്ടൻ ഡ്രൈവ് ചെയ്യില്ലേ. ഡ്രൈവ് ചെയ്യാന്നത് ഞാൻ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഇല്ലേ, എനിക്ക് വായിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം, നീ എന്തെങ്കിലുമൊക്കെ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ, എന്നിട്ട് നീ എങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി കൂടി വരാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എറണാകുളം വരെ പോയിട്ട് വേണം എനിക്ക് അവിടെ കഴക്കൂട്ടത്തിലേക്ക് പോവാൻ എന്ന് പറയണം. അപ്പോൾ നീ ഒരുപാട് ലേറ്റ് ആവുമല്ലോ അവിടെ എത്തുമ്പോൾ, എന്നിട്ട് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുമോ? അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാണ് അലീന. അപ്പോൾ ഞാൻ കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറയുമ്പോൾ വേണ്ട മനുവേട്ട, ഇനി അത് വേറൊരു വിഷയമായി മാറും, പ്രശ്നമാകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന. വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുകയും ചെയ്യുന്നത്. അത് പിന്നൊരിക്കലാവാമെന്ന് അലീന പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇഷ്ടമുണ്ട്, സ്നേഹമൊക്കെ ഉണ്ട്. അങ്ങനെ അലീന ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ബസ് കയറിയിട്ട് രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഓട്ടോയിൽ ചെല്ലുമ്പോൾ രേവതിക്കുട്ടി പുറത്തിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടി വാ നമുക്ക് പോവാമെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചാനും ഗ്രേസമ്മയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക കേട്ടോ. അവർ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അലീന അങ്ങനെ ആകെ അന്താളിച്ച് നിൽക്കുക. ആൻറ്റി, അത് രേവതിക്കുട്ടി വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് കഴക്കൂട്ടത്തേക്ക് പോകണം. രേവതിക്കുട്ടി മാത്രമല്ല ഞങ്ങളും വരുന്നുണ്ടെന്ന് പറയണേ. അത് കേട്ടതും അലീനയ്ക്ക് ഭയങ്കര സർപ്രൈസ് ആവുകയാണേ. അലീന രേവതിക്കുട്ടിയെ നോക്കുമ്പോൾ ചേച്ചിയോട് ഇവർ പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയാഞ്ഞത്, ഇന്നലെ തന്നെ ആൻറ്റിയും അങ്കിളും നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നു, ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്താൻ ലേറ്റ് ആവില്ലേ, അതുകൊണ്ട് പിന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്യേണ്ടി വരില്ലേ, അതുകൊണ്ട് ആൻറ്റി ഞങ്ങളും പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാതിരുന്നത് ചേച്ചിയോട്, ചേച്ചിക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയിട്ട് ആൻറ്റിയെ പറഞ്ഞത് പറയണ്ട എന്ന് പറയണം. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ വാ നമുക്ക് വേഗം പോയേക്കാമെന്ന് പറഞ്ഞിട്ട് മാമച്ചാൻ എല്ലാവരോടും വണ്ടിയിൽ കയറാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ വണ്ടിയിൽ കയറിയിട്ട് കാറിൽ കയറിയിട്ട് കഴക്കൂട്ടത്തേക്ക് പോവാണ്. പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനൊന്നും പറ്റത്തില്ല, നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോരണം കേട്ടോ എന്ന് മാമച്ചാനും ഗ്രേസമ്മയും ഇങ്ങനെ പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോരാന്നാണ് കരുതിയത്, അതെന്തിനാ അവിടെ സ്റ്റേ ചെയ്യുന്നത്, നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാലോ എന്ന് രേവതിക്കുട്ടി പറയാട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്, അലീന ഒരു ദിവസം കൂടി വീട്ടിൽ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് രേവതിക്കുട്ടിക്ക്. അങ്ങനെ അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് രേവതിക്കുട്ടി അങ്കിളെ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. വഴിയരികിൽ കരിക്ക് കാണുമ്പോൾ അത് വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ മാമച്ചായൻ നിർത്തിയിട്ട് രേവതിക്കുട്ടിക്കും മലീനയ്ക്കും ഗ്രേസമ്മയ്ക്കും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ സ്നേഹനികേതനത്തിലേക്ക് എത്തുക കേട്ടോ. സ്നേഹനികേതനത്തിൽ എത്തുമ്പോൾ അവിടുത്തെ ആ കോൺവെൻറ്റിലെ സിസ്റ്റർമാർ ഇവരെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അടുത്തേക്ക് വരികയാണ്. അലീന രേവതിക്കുട്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് സുഖമാണോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയെ കൊണ്ടുപോയവരാണല്ലോ കൂടെ വന്നേക്കുന്നത്, അത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയെ ഇവരിങ്ങനെ കൊണ്ട് നടക്കുന്നതും ഒക്കെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് അവിടുത്തെ സിസ്റ്റർമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവണം. പക്ഷേ അലീനയുടെ കണ്ണുകളിലുള്ള ആ ഒരു വിഷമം അവർ കാണുന്നുണ്ട്. നിനക്ക് എന്ത് പറ്റി, ആ പഴയ പ്രസരിപ്പൊന്നും നിനക്കിപ്പോൾ ഇല്ലല്ലോ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ പോയെടുത്ത് നിനക്ക് സേഫാണോ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല സിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. എന്നാലും
എന്തോ ഒരു വിഷമം നിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, അത് നിൻ്റെ കണ്ണുകളിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് സിസ്റ്റർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ അടുത്ത് പിന്നീട് അലീന സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ കാര്യമായിട്ട് വന്നത് ബ്രിജിത്ത മമ്മി കുറച്ച് കടം ഉണ്ടായിരുന്നു ബ്രിജിത്ത മമ്മിക്ക്, അപ്പോൾ അതൊക്കെ എന്നോട് കൊടുത്ത് വീട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, അതൊന്നും അവർക്ക് ആവശ്യം വരില്ല, ആരും മമ്മിയോട് അത് ചോദിക്കില്ലല്ലോ, പിന്നെ എന്തിനാ നീ കഷ്ടപ്പെട്ട് ആ കാശ് കൊണ്ടുവന്നേന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കില്ലായിരിക്കും, അത് അവർക്ക് മമ്മിയോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കടം എങ്ങനെയെങ്കിലും വീട്ടണമെന്നുള്ളത്. അപ്പോൾ കുറച്ച് പൈസ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ഈ ബുക്കിൽ കുറച്ച് ലിസ്റ്റും ഉണ്ട്, അപ്പോൾ ഞാൻ ആർക്കൊക്കെ എന്നുള്ളത് സിസ്റ്ററിനോട് പറഞ്ഞു തരാം, സിസ്റ്റർ അവർക്കൊന്ന് ഈ കാശ് എത്തിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവർക്ക് മാത്രമല്ല നമ്മുടെ കോൺവെൻറ്റിനും കുറച്ച് കടമുണ്ട്, അത് വീട്ടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 പേർക്കുള്ള കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ, പക്ഷേ കോൺവെൻറ്റിലേക്കുള്ള കാശും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കോൺവെൻറ്റിലേക്കുള്ള ആ വാടക കാശ് തരേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല സിസ്റ്റർ, മമ്മി എന്നെ ഏൽപ്പിച്ചതാണ്, അത് കൊടുത്ത് വീട്ടണമെന്ന് എന്നോട് പറഞ്ഞതാണ്, അതുകൊണ്ട് എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ, സിസ്റ്റർ ഇത് വാങ്ങിക്കണമെന്ന് നിർബന്ധിക്കുകയാണ്. നിൻ്റെ ഒരു കാര്യം, മമ്മി അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിക്കുകയാണ്, അല്ലാതെ ഞങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്ന് യാതൊരു ആഗ്രഹമല്ല, എന്തായാലും വാങ്ങിച്ചത് ഞങ്ങൾ ഇതേ നല്ലൊരു കാര്യത്തിന് വേണ്ടി മാത്രം ഈ കാശ് ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ കാശ് വാങ്ങിക്കുന്നുണ്ട്. ബാക്കി 1-2 പേർക്ക് കൊടുക്കാനുള്ള കാശും അവരുടെ പേര് വിവരങ്ങളും സിസ്റ്റർ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് അവർ പോണത് ബ്രിജിത്ത മമ്മിയുടെ കല്ലറയിലേക്കാട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയും അലീനയും ഗ്രേസമ്മയും മാംചാനും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ആ കല്ലറയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വരികയാണ്, രേവതിക്കുട്ടിക്കും അലീനയ്ക്കും കേട്ടോ. 2 പേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മമ്മിയുടെ കല്ലറയ്ക്ക് അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കരഞ്ഞിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലീനയ്ക്ക് പെട്ടെന്ന് ഇടയ്ക്ക് ഇങ്ങനെ മമ്മി വന്ന് സംസാരിക്കുന്നത് പോലെ തോന്നുമല്ലോ, അതുപോലെ ബ്രിജിത്ത മമ്മി വന്ന് സംസാരിക്കുന്നതായിട്ട് തോന്നുകയാണ്. എൻ്റെ മക്കൾ വന്നല്ലോ, മമ്മിയെ കാണാനായിട്ട് വന്നല്ലോ എന്ന് ബ്രിജിത്ത മമ്മി പറയാണ്. മമ്മിയെ കാണാനല്ലാതെ പിന്നെ ആരെ കാണാനാണ് ഞങ്ങൾക്ക് വരാനുള്ളത്, ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയതിൽ മമ്മി ക്ഷമിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനാ മക്കളെ എന്നോട് ക്ഷമ ചോദിക്കുന്നത്, എപ്പോഴും നിങ്ങളുടെ കൂടെ ഞാനില്ലേ എന്ന് പറയാണ് ബ്രിജിത്താമ്മ. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മാമച്ചായൻ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പോയാലോ, എന്നിട്ട് നമുക്ക് വീട്ടിലെത്താനുള്ളതല്ലേ, നാളെ കാലത്ത് അലീനയ്ക്ക് പോകാനുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. ചേച്ചിക്ക് നാളെ തന്നെ പോകണോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ, പോകണം മോളെ, മുത്തശ്ശിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ശരിയായിട്ടൊന്നുമില്ല, ഞാനിപ്പോൾ 2 ദിവസത്തെ ലീവല്ലേ എടുത്തത്, അപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞ് എന്തായാലും എനിക്ക് പോകണം, കഴിഞ്ഞ ദിവസം തന്നെ പിറ്റേ ദിവസം രാവിലെയല്ലേ ഞാൻ പോയത്, അതിനുണ്ടായ പുകിലൊന്നും പറയണ്ട എന്ന് പറയണം. എന്താ ചേച്ചി ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിറ്റ് ഔട്ടിലിരുന്നു, പിന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായത്, ഓ അതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ആ സ്ത്രീ എന്ത് കണ്ണിച്ചോരയില്ലാത്ത സ്ത്രീയാണ്, വീടും പൂട്ടിയിട്ട് പോയേക്കുന്നു എന്നൊക്കെ പറയണം. അവരങ്ങനെ ഒരു സ്ത്രീയാണെന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അവർ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ രാത്രിയിലേക്കുള്ള ഭക്ഷണമൊക്കെ പുറത്തു നിന്ന് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിൽ കുറച്ച് ലേറ്റായിട്ടാണ് എത്തുന്നത്, കാരണം കഴക്കൂട്ടത്തു നിന്ന് എറണാകുളത്ത് എത്തേണ്ട, അപ്പോൾ കുറച്ച് രാത്രി ലേറ്റായിട്ട് എത്തുന്നത്. അങ്ങനെ വേഗം എല്ലാവരും കിടക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സാധാരണ പോലെ അവർ തമ്മിൽ സംസാരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. പിറ്റേ ദിവസം അലീന ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. കാരണം പിറ്റേ ദിവസം ഫുള്ള് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ടും പോയൊന്നുമില്ലല്ലോ. അന്ന് ചിന്നുമോളെ കാണാൻ പോയിട്ടല്ലേ ലേറ്റായത്. അത് കാരണം പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ അലീനയും രേവതിക്കുട്ടിയും കൂടി ഉണ്ടാക്കുകയും, അപ്പോൾ അവിടെയുള്ള കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ലഞ്ചൊക്കെ കഴിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണിയൊക്കെ മാമച്ചായന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേസമ്മ പറഞ്ഞ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് അലീന വീട്ടിൽ നിന്ന് പോണത് കേട്ടോ. അപ്പം മാമച്ചായൻ പറയുന്നുണ്ട്, ഞാൻ കൊണ്ടാക്കാം നിന്നെ ബസ് സ്റ്റോപ്പ് വരെ എന്ന് പറയുമ്പോൾ, വേണ്ട അങ്കിളെ ഞാൻ പൊക്കോളാം, ഒരു ഓട്ടോ വിളിച്ച് ഞാൻ പൊക്കോളാം, അങ്കിൾ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുണ്ട എന്ന് പറയുമ്പോൾ, അത് ബുദ്ധിമുട്ടൊന്നുമില്ല മാമച്ചായനൊന്ന് അവളെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കിയെന്ന് പറയുമ്പോൾ, വേണ്ട ആൻറ്റി ഞാൻ പൊക്കോളാം, ഇന്നലെ ഇത്രയും ലോങ് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, ഇനി ചുമ്മാ ഇങ്ങനെ പുറത്തോട്ട് ഇറക്കണ്ട, ഇത്ര ഇടം പോകാനല്ലേ ഉള്ളൂ, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്ന് പറയാണ് അലീന. എന്നാൽ ശരി എന്ന് പറയാണ്. അങ്ങനെ അലീന എല്ലാവരോടും യാത്ര പറഞ്ഞ് രേവതിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞു പോവുകയാണ്. പോകുന്ന സമയത്ത് ജോസൂട്ടിയും കാണുന്നുണ്ട്, ജോസൂട്ടിയോട് യാത്ര പറയുന്നുണ്ട്. അങ്ങനെ അലീന ഒരു ഓട്ടോയിൽ കയറിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് ഓട്ടോ ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു
വണ്ടി വന്നിട്ട് അലീനയെ ഇടിക്കുക കേട്ടോ. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിവേഗത്തിലാണ്, സ്പീഡിലായിരുന്നു വന്നത്. അപ്പോൾ മറ്റാരും അല്ലായിരുന്നു ആ വണ്ടിയിലുണ്ടായിരുന്നത്, ഹരിയായിരുന്നു കേട്ടോ. ഹരിയും ഹരിയുടെ ഒരു ഫ്രണ്ടും കൂടിയാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ മനഃപൂർവ്വം ഹരി അലീനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, കഴിഞ്ഞ ദിവസം അലീന അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിൽ നിന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ രോഹിത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവൾ എറണാകുളത്തേക്ക് പോകുന്ന കാര്യമൊക്കെ അറിയാം. എറണാകുളത്ത് പോയിട്ട് രവതിക്കുട്ടിയെ കണ്ടിട്ടൊക്കെയാണ് പോണത് എന്നുള്ളതുകൊണ്ട് അലീനയെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഹരി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അലീനയെ വാച്ച് ചെയ്യാനായിട്ട്, അലീന എവിടേക്ക് പോകുന്നു എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഫലിച്ചില്ല കേട്ടോ. അവളുടെ കൂടെ വേറെ ആൾക്കാരുള്ളത് കാരണം അവരുടെ പ്ലാനൊന്നും നടന്നില്ല. പക്ഷേ ഇപ്പോൾ അലീനയെ തനിച്ച് കിട്ടിയ സമയത്ത് വേഗത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നിർത്താതെ പോവാട്ടോ. അലീന ആ റോഡിൽ വണ്ടി ഇടിച്ചിട്ട് ഇങ്ങനെ രക്തം വാർന്ന് അങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് ആളുകളൊക്കെ ഓടി കൂടുന്നുണ്ട്. ഏതാ കുട്ടിയെന്നൊന്നും അറിയത്തില്ലല്ലോ, ഒരു പെൺകുട്ടി വണ്ടി ഇടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ കാറ് നിർത്താതെ പോവുകയും ചെയ്തിട്ടുണ്ട്. ആ കാറിൽ ആരൊക്കെയാണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുകയാണ്. അങ്ങനെ ആംബുലൻസ് വന്നിട്ട് ആംബുലൻസിൽ കയറ്റിയിട്ട് അലീനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കുറേ പേര് ഈ രംഗങ്ങളൊക്കെ വീഡിയോ എടുത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അങ്ങനെ അലീന വണ്ടി ഇടിച്ച് കിടക്കുന്ന ആ വീഡിയോസ് പെട്ടെന്ന് തന്നെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് കുട്ടിയാണെന്നൊന്നും അറിയില്ല, ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അലീനയുടെ ബാഗ് അടുത്തുണ്ടെങ്കിലും അതിലൊരു മൊബൈൽ ഫോൺ ഉണ്ട്, ഒരു പഴയ മൊബൈൽ ഫോണാണ്, അതിൽ വലിയ രേഖകളൊന്നുമില്ല. പിന്നീട് പേഴ്സിൽ നിന്ന് ഒരു ID കാർഡ് കിട്ടുന്നുണ്ട്, ഒരു ആധാർ കാർഡ് കിട്ടുന്നുണ്ട്. ആധാർ കാർഡിൽ അലീന എന്ന് പേരുണ്ട്, ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും അലീന അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ, അല്ലാതെ പേര് അത്രയേ ഉള്ളൂ, വേറെ വിവരങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അലീനയുടെ കയ്യിലുള്ള ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്പർ എടുത്ത് ആരെയും വിളിക്കാനും പറ്റത്തില്ല. അപ്പോഴേക്ക് മാധ്യമ പ്രവർത്തകരൊക്കെ വന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ചാനലിലൊക്കെ ന്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പെൺകുട്ടി വണ്ടി ഇടിച്ച് കിടക്കുന്നതും ആരാണ് എന്താണെന്നൊന്നും അറിയാത്തതൊക്കെ ആയിട്ട് ഇങ്ങനെ ന്യൂസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന മാമച്ചാൻ ഈ വാർത്ത കാണുക കേട്ടോ. മാമച്ചാൻ ഇത് കണ്ടപ്പോൾ ആ ഡ്രസ്സ് ഇങ്ങനെ കണ്ടിട്ട്, ഇത് അലീന ഇട്ടുപോയ ഡ്രസ്സ് പോലെ, ഗ്രേസമ്മ ഇങ്ങോട്ട് നോക്കി, ഇതുപോലൊരു ഡ്രസ്സല്ലേ അലീന ഇട്ടുപോയത്, ഒരു പെൺകുട്ടി ആക്സിഡൻ്റായി എന്ന് കേൾക്കുന്നു എന്ന് പറയണം. അങ്ങനെ അത് ഗ്രേസമ്മ നോക്കുമ്പോൾ ഗ്രേസമ്മ ആകെ ഷോക്കാവണം, അത് അലീന തന്നെയാണ് മാമച്ചായ എന്ന് പറയാം കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടീനെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടി ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി വന്നിട്ട് നോക്കുമ്പോൾ കാണുന്നത് ഒരു ന്യൂസ് ചാനലാണ്. അതിലിങ്ങനെ എന്തോ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ദേ നോക്കിയേ എന്ന് പറയണം. ദേ അപ്പോൾ ആ ID കാർഡിലുള്ള ഫോട്ടോയും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ദേ എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റിൻ്റെ ന്യൂസാണ് കാണിക്കുന്നത് എന്ന് പറയുന്നത്. രേവതിക്കുട്ടി ആകെ ഷോക്കാവുക കേട്ടോ. ചേച്ചിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര. അപ്പം നമുക്ക് പെട്ടെന്ന് പോകുമ്പോൾ എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ മാമച്ചായൻ ആ പോലീസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ കുട്ടിയെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങളെ ഒന്ന് വേഗം വിളിക്കുക, നമുക്ക് പെട്ടെന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാമച്ചായൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനായിട്ട് പറയണം പോലീസ് അവരോട്. അപ്പം മാമച്ചായനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അതേസമയം രേവതിക്കുട്ടി മനുവിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് കേട്ടോ. മനു അവിടെ ഉണ്ടല്ലോ, എറണാകുളത്തല്ലേ മനു ജോലി ചെയ്യുന്നത്. ഇന്നലെ അലീനയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ട് പിന്നീട് മനു നേരെ എറണാകുളത്തേക്കാണ് പോയത്. അപ്പോൾ ആ കാറിൽ ഇങ്ങോട്ടേക്ക് ഞാൻ വിടാമെന്ന് പറഞ്ഞിട്ട് അലീന സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് അലീന പിന്നെ ബസ് കയറിയിട്ട് വന്നതൊക്കെ. അങ്ങനെ മനുവിനെ വിളിച്ച് കാര്യം പറയുമ്പോൾ മനുവിന് ആകെ ടെൻഷനാവുന്നുണ്ട്. മനു രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഞാൻ ഉടനെ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചാനും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് പോലീസുകാർ ഇവരോട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരാണ്, ബന്ധുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഞങ്ങളുടെ ബന്ധുവില്ല. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് എൻ്റെ ചേച്ചിയാണെന്ന്. അപ്പോൾ മാമച്ചായൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്നേഹനികേതൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ദത്തെടുത്ത കൊച്ചാണ് ഇവളെന്നും, അവിടെ ഉണ്ടായിരുന്ന കുട്ടിയാണ്, അപ്പോൾ ഇവളെ കാണാനായിട്ട് വന്ന് തിരിച്ചു പോകുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവളെവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതങ്ങ് പാലായിലാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ വിവരം അറിയിക്കാൻ പറയുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി വിളിക്കുക കേട്ടോ. അപ്പോൾ വൈജയന്തിയുടെ നമ്പർ അലീനയുടെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ അലീനയുടെ ഫോൺ ഓണാക്കിയിട്ട് അതിൽ നിന്ന് രേവതിക്കുട്ടി വൈജയന്തിയെ വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്ത ഉടനെ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ നേരമില്ലേ, നീ ഏത് നേരത്ത് വരാനാണ് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹലോ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട്
സംസാരിക്കട്ടോ. അപ്പോൾ ഇതാരാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. ആൻറ്റി ഇത് ഞാൻ രേവതിക്കുട്ടിയാണ്, അലീന ചേച്ചിയുടെ അനിയത്തി എറണാകുളത്തുള്ള എന്ന് പറയുമ്പോൾ എന്താ കാര്യം, അലീന ഇവിടെ ഇന്നും അവൾ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ആൻറ്റി ചേച്ചിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ് എന്ന് പറയണം. ആക്സിഡൻറ്റോ, എന്ത് ആക്സിഡൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ വന്ന് തിരിച്ചു പോരുമായിരുന്നു, ആ സമയത്ത് ഒരു കാറ് ഇടിച്ചിട്ട് നിർത്താതെ പോയി എന്നാണ് കേട്ടത് എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് വരാനൊന്നും പറ്റത്തില്ല, പറയുമ്പോഴേക്കൊന്നും ഓടിയെത്താനൊന്നും പറ്റത്തില്ല, ഇത് പാലായിലാണ് ഞങ്ങൾ കിടക്കുന്നത് എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ആളല്ലേ അലീന ചേച്ചി, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ, അവളുടെ അഹങ്കാരത്തിന് കിട്ടിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. പക്ഷേ അങ്ങനെ വൈജയന്തി ഫോൺ വെക്കുക കേട്ടോ. വൈജയന്തി ഫോൺ വെച്ചിട്ട് ഇങ്ങനെ അലീനയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അലീന ഇവിടെ നിന്ന് പോയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ബാലചന്ദ്രനോട് പറയണോ, ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെയുള്ള ഇങ്ങനെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ വൈജയന്തി ആണെങ്കിൽ ബാലചന്ദ്രനെ വിളിച്ചിട്ട് കാര്യം പറയുന്നൊന്നുമില്ല. പക്ഷേ രേവതിക്കുട്ടിയാണെങ്കിൽ വൈജയന്തി ഇങ്ങനെ വിളിച്ച് സംസാരിച്ചതൊക്കെ മനുവിനോട് പറയുമ്പോൾ സാരമില്ല രേവതിക്കുട്ടി നീ വിഷമിക്കേണ്ട, ഞാൻ അങ്കിളിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് മനുവാണ് ബാലചന്ദ്രനെ വിളിച്ച് പറയുന്നത്. അപ്പോൾ രേവതിക്കുട്ടി വൈജയെ വിളിച്ച് പറഞ്ഞ കാര്യമൊക്കെ മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ വേഗം വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്താ ഇന്ന് നേരത്തെ വന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ, നീ എന്നെ പൊട്ടനാക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം, എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ അലീനക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓ അതാണോ കാര്യം, അതെന്നെ ഏതോ ഒരു രേവതിക്കുട്ടി വിളിച്ച് പറഞ്ഞായിരുന്നു, എന്നിട്ട് നീ എന്താ എന്നെ വിളിച്ച് പറയാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതിലൊക്കെ നമ്മളെന്തിനാണ് ഇടപെടുന്നത്, അതൊക്കെ അവർ നോക്കിക്കോളുമല്ലോ, അവിടെ വെച്ചല്ലേ അവൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത് എന്ന് പറയണം. അവൾ ഇവിടെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയല്ലേ, അപ്പം നമ്മളല്ലേ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇപ്പം അതിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കാനൊന്നും പോവണ്ട എന്ന് പറയണേ. നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ, ഞാൻ ഇപ്പം തന്നെ പോവാന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഇത് എങ്ങോട്ട് ഇത്ര ധൃതി പിടിച്ച് ഓടിപ്പോണേന്ന് ചോദിക്കുകയാണ്. അവൾ ബാലചന്ദ്രൻ്റെ ആരെങ്കിലും ആണോ ചോദിക്കുമ്പോൾ അതെ എൻ്റെ മോളാണ് അവൾ എന്ന് പറയണം. നീ വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ റെഡി ആയിട്ട് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ തനിച്ച് പോകുമെന്ന് ബാലചന്ദ്രൻ പറയണം. അപ്പോൾ ബാലചന്ദ്രൻ എന്തായാലും തനിച്ച് പോകുമെന്ന് ഉറപ്പായപ്പോൾ വൈജയും കൂടെ റെഡി ആയിട്ട് ബാലചന്ദ്രൻ്റെ കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ രേവതിക്കുട്ടിയും മനുവും അതുപോലെ ഗ്രേസിമയും മാമച്ചാനും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവരെ കണ്ടതും മനു അടുത്തേക്ക് വരുന്നുണ്ട്. അങ്കിളെ അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്, ഒരുപാട് അത്ര ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പക്ഷേ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ് മനു. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ബോധം വീണിട്ടില്ല, ബ്ലഡ് കയറി കഴിയുമ്പോഴേ ഇനി പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ വന്ന് നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് മനുവിനെ വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞ് വൈജ വീണ്ടും തടയാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അത് മൈൻഡ് ചെയ്യാതെ മനുവിനെയും കൂട്ടിയിട്ട് ബാലചന്ദ്രനും മനു മാമച്ചാനും കൂടെ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ്. ആ സമയത്താണ് ബാലചന്ദ്രൻ മാമച്ചാനെയും ഗ്രേസിമ്മയൊക്കെ കാണുന്നത്, അതുപോലെ വൈജയന്തിയും കാണുന്നത്. ഗ്രേസിമ്മയും വൈജയന്തിയും ഒക്കെ ഇങ്ങനെ കാണുന്നു കേട്ടോ. ഗ്രേസിമ്മയ്ക്ക് വൈജയന്തിയെ കണ്ടപ്പോൾ തന്നെ ഒരു കൊനിഷ്ട് ഇങ്ങനെ തോന്നുക കേട്ടോ. വൈജയന്തി അത്ര ഒരു പെർഫെക്റ്റ് അല്ല, വളരെ ഒരു ദുഷ്ട സ്വഭാവമുള്ള ഒരു സ്ത്രീയാണെന്ന് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ വൈജയന്തിയുടെ അടുത്ത് വലിയ കൂട്ടിനൊന്നും സംസാരിക്കാൻ ഒന്നും പോകുന്നൊന്നുമില്ല ഗ്രേസമ്മ അവിടെ നിൽക്കുകയാണ്. വൈജയന്തി ആണെങ്കിലും അവരെ മൈൻഡ് ചെയ്യാതെ അവരുടെ അടുത്തേക്കൊന്നും പോവാതെ അവിടെ മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി വന്നിട്ട് ആൻറ്റി എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ വൈജയന്തിക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വൈജയന്തി ചോദിക്കുന്നുണ്ട്, ആൻറ്റിയോ, ആരാ നിൻ്റെ ആൻറ്റിന്ന് ചോദിക്കുമ്പോൾ അല്ല. അപ്പോൾ ഗ്രേസമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, രേവതിക്കുട്ടി ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത്, ഞങ്ങളെ ഇവള് ആൻറ്റി എന്നാണ് വിളിക്കുന്നത്, അങ്കിൾ എന്നും, അതുപോലെ അലീനയും ഞങ്ങളെ അങ്ങനെയാണ് വിളിക്കുന്നത്, ആ ഒരു കാര്യം വെച്ചിട്ടാണ് അവൾ അങ്ങനെ വിളിച്ചതെന്ന് പറയുമ്പോൾ എന്നെ അങ്ങനെ ആൻറ്റി എന്നൊന്നും വിളിക്കണ്ട, എന്നെ ആൻറ്റി എന്ന് വിളിക്കാൻ വേറെ ആൾക്കാരുണ്ട്, എനിക്ക് വേറെ മക്കളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണം, എൻ്റെ സഹോദരങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ട് എന്ന് പറയണം, അല്ലാതെ ഒരു അനാഥ പെണ്ണ് കയറി കണ്ട് എന്നെ ആൻറ്റി എന്നൊന്നും വിളിക്കേണ്ട എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമം വന്നിട്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ അവിടെ വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇവൾ അനാഥയല്ല, ഇവൾ ഞങ്ങളുടെ മകളാണ് എന്ന് പറയട്ടോ. ഓ നിങ്ങളൊരു വലിയ ആൾക്കാർ വന്നേക്കുന്നു, ഞാൻ കുറേ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പുരാണങ്ങൾ, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അലീനയ്ക്ക് നിങ്ങളെപ്പറ്റി പറയാനേ നേരുള്ളൂ എന്നൊക്കെ പറയാണ് വൈജയന്തി. അങ്ങനെ വൈജയന്തിയും ഗ്രേസമ്മയും തമ്മിൽ അവിടെ ഇങ്ങനെ ഒരു ഉടക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം രണ്ടുപേരും, ഗ്രേസമ്മ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്നേഹസമ്പന്നയായിട്ടുള്ള നല്ലൊരു അമ്മയെപ്പോലെ ഒരു സ്നേഹമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. വൈജയന്തി എന്ന് പറഞ്ഞാൽ കുറച്ച് വാശിയും കുറുമ്പും ഒരു ദേഷ്യമൊക്കെ ഉള്ളതല്ലേ, കുറച്ച് എന്താ പറയുക ഈഗോയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാഷ് അവിടെ ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ എന്താണെങ്കിലും പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാതെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടെ അവിടെ നിന്ന് മാറിപ്പോവാണ്. പിന്നെ ഡോക്ടറെ കാണാൻ പോയ ബാലചന്ദ്രനും മാമച്ചനും മനുവും കൂടി ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, തലയ്ക്ക് ചെറുതായിട്ടുള്ളൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ ഒരു കുറച്ച് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്, ബ്ലഡ് പോയിട്ടുണ്ട്, അതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂമിലേക്ക് മാറ്റും. ഇപ്പോൾ ICUവിൽ ഒരു ദിവസം കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് ആശ്വാസമാവുന്നത്. പിന്നീട് മാമച്ചാനും ബാലചന്ദ്രനും ഒക്കെ കൂടി സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റോറി ആയിട്ട് ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അലീനയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഒക്കെ ചെയ്യുമല്ലോ, അപ്പം അലീനയെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും അലീന എവിടെയാണ് ഇനി ആര് നോക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റോറി ഞാൻ നെക്സ്റ്റ് തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.